ഹായ് വെൽക്കം ടു ഓൾമൈറ്റി ഒ ഇ ടി അക്കാഡമി. നാളെ ഒ ഇ ടിയുടെ എക്സാം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇന്നൊരു സ്പീക്കിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീക്കിങ്ങിന് എത്രത്തോളം മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, നാളെ നമുക്കൊരു ബി ബാൻഡ് ഉറപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? സ്പീക്കിംഗ് സബ് ടെസ്റ്റ്, നമുക്ക് ഫോർത്ത് സബ് ടെസ്റ്റ് ആണ് സ്പീക്കിംഗ്. അപ്പൊ സ്പീക്കിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്കൊരു സ്പീക്കിംഗ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്പീക്കിംഗ് ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പെട്ടെന്ന് നെർവസ് ആവും അല്ലേ സ്പീക്കിംഗ് കാർഡ് കിട്ടിക്കഴിഞ്ഞാലുടനെ? അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സ്പീക്കിംഗ് ടാസ്ക് കിട്ടിയാൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ആ ടാസ്ക് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ജസ്റ്റ് നോക്കാം. സെറ്റിംഗ്സ് നഴ്സ് ടാസ്ക്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കാണും. നമുക്ക് കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ടാസ്കുകൾ നമുക്ക് തരും. ഓക്കെ, 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈം ആണെന്ന് എല്ലാ സ്റ്റുഡൻസിനും അറിയാമല്ലോ. 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ടാസ്ക് കിട്ടിയാൽ ചില സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ റീഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു ഐഡിയ കിട്ടും ഇത് എന്ത് ടാസ്ക് ആണ്. ചിലപ്പം അവർ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതും പഠിച്ചതുമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇതെനിക്ക് അറിയാവുന്ന ടാസ്ക് ആണ്, കുറച്ച് പോയിന്റ്സുകൾ എഴുതി വെക്കാം, കുറച്ച് റീഅഷറൻസ് ഫ്രേസുകളും വേർഡ്സുകളും ഒക്കെ എഴുതി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് റോൾ പ്ലേ ചെയ്യാം എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ടാസ്ക് റീഡ് ചെയ്യാതെ സൈഡിൽ പോയിന്റ്സുകൾ എഴുതാൻ തുടങ്ങും. ഇൻട്രൊഡക്ഷൻ ഞാൻ ഇങ്ങനെ പറയണമെന്നൊക്കെ വെച്ചിട്ട് എല്ലാവരും എഴുതി വെക്കും. പക്ഷെ എന്ത് പറ്റും? നമുക്ക് ആകെ കൂടി എത്ര മിനിറ്റ്സ് ആണ് സ്പീക്കിങ്ങിനുള്ളത്? 3 മിനിറ്റ്സ്. 3 മിനിറ്റ്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്? അപ്പൊ എന്താണ് അവിടെ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ടാസ്കും ഓവറോൾ റോൾ പ്ലേ കാർഡ് നമ്മൾ ഫുള്ള് റീഡ് ചെയ്യുക. എത്ര പോയിന്റ്സ് എഴുതി വെച്ചാലും നമ്മൾ പാനിക്കായാൽ അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ടാസ്ക് ഫുള്ള് റീഡ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ ടാസ്കിനെ കുറിച്ചിട്ട്. ദെൻ നമുക്ക് കുറച്ച് ടൈം അവിടെ കിട്ടും. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇൻട്രൊഡക്ഷൻ അവിടെ എഴുതി വെക്കാൻ പറ്റും. അപ്പം വലിയ എസ്സേ ആയിട്ടൊന്നും ആരും എഴുതി വെക്കാൻ പോകരുത്. ജസ്റ്റ് വേർഡ്സുകൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വേർഡ്സുകൾ അവിടെ എഴുതി വെക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്തതായിട്ട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പേഷ്യന്റ് ചില സിനാരിയോയിൽ നോൺ കേസ്, അൺനോൺ കേസ് എന്നൊക്കെ വരും. അപ്പോൾ നോൺ കേസിൽ എന്താണ് ചെയ്യേണ്ടത്? പേഷ്യന്റ് നെയിം നമുക്ക് സൈഡിൽ എഴുതി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇന്റർലോക്യൂട്ടറിനോട് ചോദിക്കും, ഹൗ മേ അഡ്രസ് ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ റോൾ പ്ലേ. ഓക്കെ, നമുക്കൊരു പേര് കിട്ടി, ജോൺ. ഓക്കെ, നമ്മൾ എഴുതി വെച്ചില്ല, ടാസ്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്, പേഷ്യന്റ് പേര് നമ്മൾ മറന്നുപോയി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അവിടെ പാനിക്കാവും. പക്ഷെ ഒരിക്കലും അവിടെ പാനിക്കാകരുത്. നമ്മൾ നമ്മുടെ ടാസ്ക് മുന്നോട്ട് പോവുക. പക്ഷെ ആ ഒരു മിസ്റ്റേക്സ് നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് നെയിം ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ സൈഡിലോട്ട് റൈറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ ഇന്ന് ഞാൻ ഇവിടെ ഒരു ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ആ ടാസ്ക് പ്രസന്റ് ചെയ്യാം എന്ന് നോക്കാം. റീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റിംഗ്സ് എന്താണ്? ഹോസ്പിറ്റൽ റീഹാബിലിറ്റേഷൻ യൂണിറ്റ്. ഈ ഹോസ്പിറ്റൽ റീഹാബിലിറ്റേഷൻ യൂണിറ്റ് നോൺ ആണോ അൺനോൺ ആണോ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വായിക്കേണ്ട ആവശ്യമുണ്ട്. Your patient is a 75-year-old woman who has been admitted to the ward following a stroke. Speech and memory are impaired and she has limited mobility. You have just completed physical examination. Her son and doctor ask you for advice about her visits. His mother is not present. ഓക്കെ, ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഞാൻ ഇനി ബാക്ക്ഗ്രൗണ്ട് റീഡ് ചെയ്യാൻ പോവുകയാണ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ റിക്വസ്റ്റ് ടു സീ യു. ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യൻസ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് ടാസ്കിൽ അവിടെ നമുക്ക് ബ്രാക്കറ്റ്സിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഹിൻസ് ആയിട്ട്. ദെൻ
find out son doctor's opinion of the mother's condition, confirm benefits or regular contacts with family, then give advice, then last task advice against patient leaving ward at present. So all information നമ്മൾ തറോ ആയിട്ട് റീഡ് ചെയ്യുക. ഓൾറെഡി നമുക്ക് ബ്രാക്കറ്റ്സിൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഈ ടാസ്കിൽ തന്നെ നമുക്ക് എത്ര ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്? 5 അല്ലേ? ഈ 5 ബുള്ളറ്റ്സ് പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര ടൈം വേണം? ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്? ഒരു 2-3 ടാസ്ക് ഒക്കെ നമ്മൾ വളരെയധികം എക്സ്പാൻഡ് ചെയ്ത് അവിടെ ടോക്ക് ചെയ്യും. ദെൻ 2 ടാസ്ക് അവിടെ ലെഫ്റ്റ് ആവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദെൻ സ്റ്റുഡൻസ് വരുത്തി വെക്കുന്ന വേറൊരു മിസ്റ്റേക്സ് എന്താണ്? സെന്റൻസുകൾ നമുക്ക് അറിയാവുന്ന, അതും റീഅഷറൻസ് ഫ്രേസ്, അങ്ങനെയുള്ള അഡ്വൈസസ്, അങ്ങനെയുള്ള അറിയാവുന്ന സെന്റൻസുകളെല്ലാം നമ്മൾ വളരെയധികം നന്നായിട്ട് അവിടെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നാലോ അറിയാത്ത വേർഡ്സുകളിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പതറും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? അറിയാത്ത വേർഡ്സുകൾ അവിടെ ആഡ് ചെയ്ത് പറയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ തന്നെ ഓവറോൾ നമുക്ക് ഒരു 5 മിനിറ്റ്സ് അധികം സംസാരിക്കാനുള്ള പോയിന്റ്സുകൾ അവിടെ തന്നിട്ടുണ്ട്. അതും അതിന്റെ കൂടെയുള്ള ക്രൈറ്റീരിയകളുടെ ആഡ് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റോൾ പ്ലേ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ക്രൈറ്റീരിയ? ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്പീക്കിങ്ങിന്റെ സ്കോറിങ് പോകുന്നത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും ക്രൈറ്റീരിയ ബേസ് ഫോളോ ചെയ്യാതെ സ്പീക്കിംഗ് ചെയ്യരുത്. ടാസ്കിൽ തരുന്ന ബുള്ളറ്റ് പോയിന്റ്സ് അനുസരിച്ച് യോജിപ്പിച്ച് പറയാനാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷെ എന്താണ്, ക്രൈറ്റീരിയ ബേസ് ചെയ്ത് തന്നെ നമ്മൾ അവിടെ പറയാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ കീവേഡ്. റീഡിംഗ് ടൈമിൽ തന്നെ കീവേഡ് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഇവിടുത്തെ കീവേഡ് എന്താണ്? ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്ക് അല്ലെ? ചോദിക്കുക അല്ലെ? കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയേണ്ടത്? ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യന്റ് കണ്ടീഷൻ. ഗീവ് ഇൻഫർമേഷൻ, പേഷ്യന്റിന് ഇൻഫർമേഷൻ നമ്മൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നത് ആ ആളോട് കൊടുക്കുക. അതുപോലെ തന്നെ കൺഫേം ബെനഫിറ്റ്സ് ഓഫ് റെഗുലർ കോണ്ടാക്ട് വിത്ത് ഫാമിലി. അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒന്നുകൂടെ കൺഫേം ചെയ്യുക. ദെൻ ഇവിടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് ഗീവ് അഡ്വൈസ്, അഡ്വൈസ്ഡ് അഗൈൻസ്റ്റ്. സോ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് അഡ്വൈസ് ഗിവിംഗ് ആൻഡ് ഓൾസോ റിസീവിംഗ്. ഇൻഫർമേഷൻ ഗിവിംഗ് ആൻഡ് പിന്നെന്താണ് പറയേണ്ടത്? ഇൻഫർമേഷൻ റിസീവും ചെയ്യണം. ഓക്കെ, കൊടുക്കുകയും നമ്മൾ അതുപോലെ തന്നെ ആരുമായിട്ടാണ് കോൺവെർസേഷൻ അവരിൽ നിന്നും ചോദിച്ചറിയുകയും ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ടാസ്ക് ഞാനിവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് OET സ്പീക്കിങ്ങില് ബി ബാൻഡ് കിട്ടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ നോൺ ആണോ അൺനോൺ ആണോ? ഓക്കെ, ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് ജസ്റ്റ് കംപ്ലീറ്റഡ് ക്ലിനിക്കൽ ഒബ്സർവേഷൻ അല്ലേ? അപ്പം 75-year-old വുമൺ ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് വാർഡില് സ്ട്രോക്ക് ആയിട്ട്. അപ്പൊ ഈ പേഷ്യന്റിനെ ഓൾറെഡി എന്താണ് അവിടെ പറയുന്നത്? ക്ലിനിക്കൽ ഒബ്സർവേഷൻ ഫിനിഷ്ഡ് ആണ്. അപ്പൊ ഓൾറെഡി അത് കംപ്ലീറ്റഡ് ആണ്. അപ്പൊ പേഷ്യന്റ് എവിടെയാണ്? റീഹാബിലിറ്റേഷൻ യൂണിറ്റിൽ. ഓൾറെഡി അതൊരു നോൺ കേസ് ആണ്, കാരണം പേഷ്യന്റിനെ നമുക്കറിയാം. അപ്പൊ ഓൾറെഡി നമുക്ക് ഇന്റർലോക്യൂറ്ററിനോട് ഹൗ മേ അഡ്രസ് ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ റോൾ പ്ലേ എന്ന് ചോദിച്ചു വെക്കാം. മേരി, സപ്പോസ് മേരി, നമുക്ക് സൈഡിലോട്ട് മേരി എന്ന് റൈറ്റ് ചെയ്യാം. ദെൻ ഹർ സൺ ഡോക്ടർ ആസ് ഫോർ യു ഫോർ അഡ്വൈസ്. അപ്പൊ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? സണ്ണിനോടാകാം അല്ലെ ഡോക്ടറിനോടായിരിക്കാം. ഓക്കെ, അപ്പൊ ആരാണ്? ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ റിക്വസ്റ്റ് ടു സീ യു. അപ്പൊ ഈ പേഷ്യന്റിന് കാര്യങ്ങള് അഡ്വൈസസ്, അതുപോലെ തന്നെ സണ്ണും അല്ലെങ്കിൽ പേഷ്യന്റ് ഡോക്ടർ അഡ്വൈസസ് ഓഫ് ഹിസ് ഓർ ഹർ വിസിറ്റ്സ്. അപ്പൊ എന്താണ്, ആ മകളോ മകനോ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നേഴ്സിന് ഫസ്റ്റ് ടാസ്കിൽ പറയുന്നുണ്ട് എന്തിനാണ് എന്താ നേഴ്സിനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ടൈമിംഗ്
സോ നമുക്ക് റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിംഗ് അനുസരിച്ച് നമുക്ക് അവിടെ വിഷ് ചെയ്യാവുന്നതാണ്. ഗ്രീറ്റിംഗ്സ് അല്ലേ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഗ്രീറ്റിംഗ്സ്. സോ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പൊ എന്താ പറയേണ്ടത്? ഗുഡ് ഈവനിങ്, നമ്മുടെ നെയിം അവിടെ കൊടുക്കുക. ഗുഡ് ഈവനിങ്, മൈ നെയിം ഈസ്, അല്ലെ ഐ ആം, എങ്ങനെ വേണേലും നമുക്ക് പറയാം. മൈ നെയിം ഈസ് നീതു ടിയ, ഐ ആം വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് വർക്ക് ഇൻ ദിസ് റീഹാബിലിറ്റേഷൻ യൂണിറ്റ്. ഓക്കെ, അവിടെ പേഷ്യന്റ് ഡോക്ടർ ആയിരിക്കും വന്നിരിക്കുന്നത്. ഗുഡ് ഈവനിങ് നഴ്സ്. അപ്പൊ നഴ്സിന് വേണം ചോദിക്കാം, ഹൗ മേ ഐ ഹെൽപ്പ് യു, അല്ലെ വേറെ രീതിയിൽ എങ്ങനെ പറയാം? കുഡ് യു പ്ലീസ് ടെൽ മീ ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ്, അല്ലേ? അല്ലെ വേറെ രീതിയിൽ എങ്ങനെ പറയാം? കുഡ് യു പ്ലീസ് ടെൽ മീ ദ റീസൺ ഫോർ റിക്വസ്റ്റ് ടു സീ മീ. ഇവിടെ എന്താ, യുവിന് പകരം മീ ആക്കിയാ മതി, അല്ലേ? ഏത് വേയിൽ വേണേലും നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഡോക്ടർ അവിടെ എന്തായിരിക്കും പറയുന്നത്? I just saw that you just checked in my mother. I would like to know how she's doing. Okay, so നമ്മുടെ ടാസ്ക് എന്താണ്? ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യന്റ് കണ്ടീഷൻ. നെക്സ്റ്റ് നമുക്ക് അവിടെ എങ്ങനെ പറയാൻ പറ്റും? ഓൾറെഡി വന്ന ആള് നെയിം നമ്മൾ അവിടെ കൺഫേം ചെയ്യണം, അല്ലേ? ഓ, ഇഫ് ഐ എം നോട്ട് റോങ്, യു ആർ മേരീസ് ഡോക്ടർ. യെസ് യെസ്. For the communication purpose, could you please tell me your name? My name is Ben. Okay, Ben. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് ടാസ്ക് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നെക്സ്റ്റ് ടാസ്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Your mother is in the first stage of recovery and her vital signs are normal and her memory and speech capabilities are quite impaired, and regarding her mobility, she has improved. This is her current situation. How did you feel after visiting your mother? Okay, ഇങ്ങനെ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്താണ്? ഡോക്ടർ സണ്ണ്, അല്ലേ? ഫൈൻഡ് ഔട്ട് ഒപ്പീനിയൻ ഓഫ് മദേഴ്സ് കണ്ടീഷൻ. അവരോട് നമ്മൾ ചോദിക്കുകയാണ്, മദറിനെ കണ്ട ശേഷം എന്റെ ഒപ്പീനിയൻ എങ്ങനെയാണ് മദറിന്റെ സിറ്റുവേഷനെ കുറിച്ചിട്ട്. അപ്പൊ എന്താണ്, ഡോക്ടർ ഉറപ്പായിട്ട് അവിടെ ഒരു ആൻസർ അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. She seemed okay. I'm glad to hear that she's little bit better. Actually, I'm planning to visit her every day, but I want to make sure that it is not a problem with you. ഓക്കെ, നെക്സ്റ്റ് ടാസ്ക് എന്താണ് നമ്മൾ അവിടെ പറയേണ്ടത്? കൺഫേം ബെനിഫിറ്റ്സ് ഓഫ് റെഗുലർ കോണ്ടാക്ട് വിത്ത് ഫാമിലി. That's a great idea, Ben. In fact, that will lift her mood and will energize the patient. It will also help her to pass her time and establish routine. Kindly be mindful that only 2 visitors are permitted during the visiting time. Please make sure that it is not short, and please watch for signs of tiredness, and also please make sure that she is continuously talking. ഇതൊക്കെ എന്താണ്, നമ്മൾ നേഴ്സ് അവിടെ ഡോക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? മേക്ക് റെക്കമെൻഡേഷൻസ് അബൌട്ട് വിസിറ്റ്. ദെൻ ഡോക്ടർ എന്തായിരിക്കും അവിടെ പറയാൻ പോകുന്നത്? യെസ് നേഴ്സ്, ഐ വിൽ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. വെൻ ഐ സോ ഹർ yesterday, I felt helpless. I was not sure about what I can do help her. Then we can move to next task. There are a number of ways that you can help your mother, particularly with minor physical activities. Please help her to do some mobilities exercise and bring some personal items to prompt her memories. Kindly encourage her to remember good old days. ഡോക്ടർ എന്തായിരിക്കും അവിടെ പറയുന്നത്? ഓക്കെ നേഴ്സ്, ബട്ട് ക്യാൻ ഐ ടേക്ക് മൈ മദർ ഔട്ട്സൈഡ് വെൻ ഐ വിസിറ്റ് ടു ഗെറ്റ് സം ഫ്രഷ് എയർ? നെക്സ്റ്റ് ടാസ്ക്. Advise again patient living ward at present. Regular monitor required by nursing staff. Need for improvement in patient strength, orientation and mobility.
ഓക്കെ, നേഴ്സ് എന്തായിരിക്കും ഇവിടെ പറയേണ്ടത്? ഓക്കെ ബെൻ, that is not recommended at this point of time. She requires regular monitoring by her nursing staff. It is important that she regains her strength, orientation, and mobility, or else it could be quite dangerous. Please understand the situation. Okay, nurse, I will follow definitely your advice. Nurse, don't worry. I can really sense your feelings. Being a lovable doctor, I can understand your feelings. Okay, your mother is going to be all right soon. She is in safe hands. If you have any queries, please do not hesitate to contact us in this rehabilitation unit. Thank you for you being so patient, doctor. Thank you, nurse. Okay, we can add some new phrases. So that's why I explained this way. Always we are using some of the sentences like we mostly use as I can understand, and also then it is a very difficult for you. Don't worry. We can use some other phrases and make sentences clearly. Okay. ഇത് കൂടാതെ എനിക്ക് കുറച്ച് കാര്യങ്ങളുടെ പറഞ്ഞു തരാനുള്ള ഈ ഒരു ടാസ്കിൽ ഓൾറെഡി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാസ്കിലുള്ളതുപോലെ തന്നെ പറയുക. കൂടുതലായിട്ട് ഓവറായിട്ട് ഒരു കാര്യങ്ങളും അവിടെ ആഡ് ചെയ്യാൻ പോകാതിരിക്കുക. ബട്ട് ഇതിലും കുറഞ്ഞ ടാസ്കുകൾ വന്നാൽ എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം? കൂടുതലും സെന്റൻസുകൾ ആഡ് ചെയ്യണം. റീഅഷറൻസ് ഫേസസ്, അതുപോലെ തന്നെ പേഷ്യന്റ് നമ്മളോടൊരു കൺസേൺ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കൺസേണിനെ ഒന്ന് നമ്മൾ തിരിച്ചൊന്ന് അഡ്രസ് ചെയ്യുക. പേഷ്യന്റ് നമ്മളോടൊരു കാര്യം പറയുക. എന്തായിരിക്കും? സപ്പോസ് ഫോർ എക്സാമ്പിൾ ലൈക്ക്, could you please tell me what are the treatment options? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും നമുക്ക് പറയേണ്ടത്? ഇറ്റ് ഈസ് എ വാലിഡ് ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ്. ആ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലെയിൻ ടു യു യുവർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് വേണേൽ നമ്മൾ ആ കൺസേൺ കേട്ടതിനെ ഒന്നുകൂടെ ഒന്ന് പറയുക. ദെൻ ആ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് എന്ത് പറയും? നമ്മൾ അടുത്ത ടാസ്കിൽ എന്തെങ്കിലും കൺസേൺ അങ്ങോട്ട് പേഷ്യന്റിനോട് ചോദിക്കാനുണ്ടെങ്കിൽ എല്ലായിടത്തും ഡു യു ഹാവ് എനി കൺസേൺ നമ്മൾ ആഡ് ചെയ്യാൻ പോകരുത്. ഇസ് ദർ എനിത്തിങ് എൽസ് യു ക്ലാരിഫൈഡ് വിത്ത് മീ? ഇസ് ദർ എനിത്തിങ് എൽസ് ബോദറിങ് യു? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് സോ ഫാർ? എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? അങ്ങനെ ഡിഫറെന്റ് ഫ്രേസസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, സൈൻ പോസ്റ്റുകൾ യൂസ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി. അതുപോലെ തന്നെ ബിഫോർ പ്രൊസീഡിങ് ഫർദർ, മേ ഐ ആസ്ക് സം മോർ ക്വസ്റ്റ്യൻസ്? ദാറ്റ് ഓക്കെ എന്ന് നമുക്ക് ചോദിക്കാം. ദെൻ ഇൻ അഡീഷൻ ടു ദാറ്റ്, അപ്പാർട്ട് ഫ്രം ദാറ്റ്. സോ ഇങ്ങനെയുള്ള വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്? നമുക്ക് ഇച്ചിരി കൂടെ ഓർത്തെടുക്കാൻ പറ്റും. കാരണം ഒരു ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും അറിയാമല്ലോ എത്ര പെട്ടെന്നാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ആയി പോകുന്നതെന്ന്. അപ്പൊ ഒരു ടാസ്കിന്റെ സെന്റൻസിൽ ഓർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ്, അപ്പൊ നമുക്ക് അവിടെ ജസ്റ്റ് ഒരു തിങ്ക് ചെയ്യാനുള്ളൊരു ചെറിയൊരു ടൈം അവിടെ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ 2-3 ടാസ്ക് വന്നാൽ എന്ത് ചെയ്യുക? സമ്മറൈസ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് സമ്മറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഐ ഹോപ്പ് ഓൾ സ്റ്റുഡൻസ് cleared up to this explanation. So please watch this video and subscribe our channel. So I will definitely add more videos. So it is very useful for you.
Thank you.